നമസ്കാരം. നായുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും പാല് നിവരില്ല എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. ഏതാണ്ട് അതുപോലെ തന്നെയാണ് അന്തംകമ്മികളുടെ കാര്യം. ഈ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴെങ്കിലും അവർ ഒരു പുനർചിന്തനം നടത്തും, തെറ്റ് തിരുത്തും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായി. കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ നേതൃത്വം തന്നെ പറഞ്ഞു, താഴെത്തട്ടിലുള്ളവരുടെ വിമർശനങ്ങൾ വരെ ഉൾക്കൊള്ളും, തെറ്റ് തിരുത്തുമെന്നൊക്കെ. പിന്നീട് അണികൾക്ക് കൊടുത്ത നിർദ്ദേശം സർക്കാരിനെ ആദ്യം മുതൽ തന്നെ ആക്രമിക്കുക, സമൂഹ മാധ്യമങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ അഴിമതികളെയൊക്കെ വെള്ളപൂശുക, പിണറായി വിജയനെ മഹത്വവൽക്കരിക്കുക, ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചെയ്യാൻ വേണ്ടി പാർട്ടി നിർദ്ദേശം കൊടുത്തത് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല. പിണറായി വിജയനെ വിമർശിക്കുന്നവരെയും പഴയ അഴിമതികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവരെയും ഒക്കെ ഇത്തരത്തിൽ തെറിവിളിക്കുക, ഭീഷണിപ്പെടുത്തുക, അസഭ്യം പറയുക, ഇതൊക്കെയാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ആ കുറിപ്പിടാനുള്ള കാരണം, ധർമ്മടം MLA ആയ പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്കായി തിരുവനന്തപുരത്തേക്ക് വരാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റീൽ ബെഞ്ചിലിരിക്കുന്നു. ആ ചിത്രം നിങ്ങളെല്ലാവരും കണ്ടതാണ്. ആ ചിത്രത്തോടൊപ്പം ഞാനൊരു കുറിപ്പും എഴുതി. പക്ഷേ ഇത് ഒരുപാട് അന്തംകമ്മികളെ രോഷം കൊള്ളിച്ചു. അത് സുമേഷ് മാർക്കോ പോളോ എന്ന് പറയുന്ന എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമൻറ്റുകൾ വായിച്ച് നോക്കാൻ കഴിയും. എത്ര ക്രൂരമായിട്ടാണ് അവർ ആ കമൻറ്റുകൾ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വളരെയധികം പരിചയമുള്ള, ഞാൻ കുട്ടിക്കാലം മുതൽ കാണുന്ന ഒരു സഖാവ്, എൻ്റെ ജ്യേഷ്ഠ സ്ഥാനത്ത് ഞാൻ ഇപ്പോഴും കാണുന്ന ഒരു സഖാവ് അതിൽ പറഞ്ഞിരുന്ന ഒരു കമൻറ്റ്, നീ പലരുടെയും കണ്ണിലെ കരടാണ്, നിന്നെ പലരും നോക്കി വെച്ചിരിക്കുകയാണ്, നിന്നെ തൂക്കേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയുടെ സ്വരത്തിലാണ്. എന്തായാലും ഞാനതിൻ്റെ മറുപടി കൊടുത്തു. അതിനുശേഷം ഇന്ന് വേറൊരു അന്തം ഇത്തരത്തിലൊരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്, ഞാൻ എഴുതിയിരിക്കുന്ന കുറിപ്പിൻ്റെ ആദ്യ ഭാഗം എടുത്ത് പങ്കുവെച്ചുകൊണ്ടാണ് ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അതിൽ പരോക്ഷമായി പറഞ്ഞിരിക്കുന്നത് എന്നെയാണെന്ന് വ്യക്തമാണ്. ഇത് വേറൊരാൾ എന്നോട് സൂചിപ്പിച്ച കാര്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് മുക്കിന് കൈകാര്യം ചെയ്യും, പിന്നെ വിജയനെ പ്രായം പോലും മാനിക്കാതെ വിജയ എന്ന് വിളിച്ചു എന്നൊക്കെയുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയനെ വിജയ എന്നല്ലാതെ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് എനിക്ക് വിളിക്കാൻ പറ്റുമോ? അദ്ദേഹം എൻ്റെ അമ്മാവനല്ല, എൻ്റെ ചിറ്റപ്പനല്ല, എൻ്റെ ചേട്ടനല്ല, എൻ്റെ ബന്ധുക്കൾ ആരുമല്ല. അതുകൊണ്ട് പിണറായി വിജയനെ വിജയൻ എന്ന് മാത്രമേ വിളിക്കാൻ കഴിയൂ. വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഗസറ്റിൽ പരസ്യം ചെയ്ത് പേര് മാറ്റിക്കൊണ്ടുപോവാ, ആ കണക്കിന് ഞാൻ വിളിക്കാം. അപ്പോൾ എനിക്ക് അന്തംകമ്മികളോട് പറയാനുള്ളത്, നിങ്ങളുടെ പാർട്ടി ഇത്രയധികം അധപതിക്കാനും തോൽവിയിലേക്ക് പോകാനും കാരണം നിങ്ങളെപ്പോലെയുള്ളവരുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റമാണ്. പാർട്ടിയുടെ കോട്ടയാണ് കണ്ണൂർ. ആ കണ്ണൂരിലുള്ള സഖാക്കൾക്ക് പോലും തലയ്ക്ക് വെളിവ് വീണു. ഇനി വളരെ ഈ മധുസൂദനോടൊപ്പം നിൽക്കുന്ന, ഗോവിന്ദനോടും വിജയനോടും ഒപ്പം നിൽക്കുന്ന വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ മാറ്റി ചിന്തിച്ചു തുടങ്ങി. അവരൊക്കെ ചിന്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് UDF ഇത്രയധികം വൻ വിജയം നേടി നിൽക്കുന്നതും LDF ഈ പരാജയത്തിലേക്ക് പോയതും. കണ്ണൂരിലെ പാർട്ടിക്കോട്ടകളിൽ പോലും സഖാക്കൾക്ക് തലയ്ക്ക് വെളിവ് വീണിട്ട് പോലും തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ കിടക്കുന്ന അന്തംകമ്മികൾക്ക് തലയ്ക്ക് വെളിവ് വീണിട്ടില്ല. എനിക്ക് സർക്കാരിനോടൊക്കെ പറയാനുള്ളത്, ഈ ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ നമ്മൾ കോടിക്കണക്കിന് രൂപയാണ് രാജ്യം ഓരോ വർഷവും ചിലവാക്കുന്നത്. ആ ബഹിരാകാശം അവിടെ തന്നെ കാണും, അത് പിന്നെ പഠിക്കാം. പക്ഷേ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ചിന്താശക്തിയെയും അവരുടെ തലച്ചോറിനെയും പറ്റി പഠിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ബഹിരാകാശം സമൂഹത്തിന് ഒരു ദോഷവും ചെയ്യുന്നില്ല, പക്ഷേ ദോഷം ചെയ്യുന്നത് അന്തംകമ്മികളാണ്. എത്രയോ തൊഴിൽ സ്ഥാപനങ്ങൾ അവർ കൊടി കുത്തിപ്പൊട്ടിച്ചു, എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തി, എത്രയോ സമരങ്ങൾ അനാവശ്യമായി നടത്തി, എത്രയോ പേരെ കയ്യേറ്റം ചെയ്തു, എത്രയോ പേരുടെ ജീവിതം നശിപ്പിച്ചു. അപ്പോൾ ഇവരെയാണോ, ബഹിരാകാശത്തെയാണോ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്? ഇവരുടെ തലച്ചോറിനെ കുറിച്ചാണോ ബഹിരാകാശത്തെക്കുറിച്ചാണോ ആദ്യം പഠിക്കേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. കിറ്റെക്സ് 4000 കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിൽ നടത്താൻ ഒരുങ്ങിയത്. അതിനെ ഇവിടെ നിന്ന് ഓടിച്ചു, തെലങ്കാനയിലേക്ക് ഓടിച്ചു. അതിവിടെ നടത്തിയിരുന്നെങ്കിൽ, ആ നിക്ഷേപം ഇവിടെ നടത്തിയിരുന്നെങ്കിൽ എത്ര പേർക്ക് തൊഴിൽ കിട്ടുമായിരുന്നു? അതുവരെ ചെയ്തില്ല. 100-ലേറെ സ്വകാര്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളുമാണ്, 100 അല്ല 150-ലേറെ സ്വകാര്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളുമാണ് ഈ ചെങ്കോടകം കുത്തിപ്പൂട്ടിച്ചത്. എത്രയോ പേരെ കൊന്നുതള്ളി. കേരളത്തിൻ്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അറിയാം, ഓരോ സഖാവ് കൊല്ലപ്പെടുന്നതിനും തൊട്ട് അടുത്ത ദിവസങ്ങളിൽ, പിന്നിലുള്ള ദിവസങ്ങളിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ കൊല്ലപ്പെട്ടിരിക്കും. അവരുടെ പ്രാണരക്ഷാർത്ഥം ആണ് അവരതൊക്കെ ചെയ്യുന്നത്. അവർ രണ്ടാമത് ഈ ഇടതുപക്ഷക്കാരെ കൊലപ്പെടുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്തത്? അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തെ തെറിവിളിച്ചില്ല, പുലഭ്യം പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് വരെ നടന്ന രീതിയൊക്കെ നമുക്കറിയാം. വിദേശത്ത് ഭാര്യയോടും ചെറുമകനോടും മകളോടും ഒപ്പം എത്രയോ തവണ വിദേശത്ത് ദൂർത്തടിച്ചു. 40 വാഹനങ്ങളും 400 പോലീസുകാരുടെയും അകമ്പടിയോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറിപ്പാഞ്ഞു. മുഖ്യമന്ത്രി റോഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ആ പരിസരത്ത് നിൽക്കാൻ കഴിയുമായിരുന്നു? മുഖ്യമന്ത്രി വരുമ്പോൾ എന്തുമാത്രം സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു, എത്രയോ പേരുടെ തലതല്ലി പൊട്ടിച്ചു, അങ്ങനെ എന്തെല്ലാം ചെയ്തു.
ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇപ്പോഴും ഇവരൊക്കെ ഈ തരത്തിൽ ചീത്ത വിളിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടി സഹി കെട്ടിട്ടാണ് നിങ്ങളെ ഇത്തരത്തിൽ പരാജയത്തിലേക്ക് തള്ളിയിട്ടത്. അതിൽ BJP-കാരനും കോൺഗ്രസ്സുകാരനും ലീഗുകാരനൊന്നും മാത്രമല്ല, അതായത് കൂടുതൽ പങ്ക് വഹിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷക്കാരാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മാന്യമായി പെരുമാറും. എന്തുകൊണ്ടാണ് നിങ്ങളെ മാത്രം ഇത്തരത്തിൽ വിമർശിക്കേണ്ടി വരുന്നത്? നിങ്ങളുടെ ശൈലി അതാണ്. വിരട്ടൽ, ഊച്ചാളിത്തരം, ചട്ടമ്പിത്തരം, ഇതൊക്കെ ചിലവാകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അത് ചിലവാകില്ല. പലയിടങ്ങളിലും സ്ത്രീകൾ ഇനിയിപ്പോൾ ചിലവെടുത്ത് നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തും. കാരണം ഇപ്പോൾ അടുക്കളയിലൊക്കെ സ്ലാബിൽ സ്ക്രൂ കൊണ്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു തരം ചിലവയുണ്ട്. അതുകൊണ്ട് ഈ പഴയ തടിച്ചിലവയൊക്കെ സ്റ്റോർ റൂമിലൊക്കെ ഇട്ടിരിക്കുകയായിരിക്കും. അതൊക്കെ എടുത്തായിരിക്കും ഇനി ആൾക്കാർ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ഈ വിരട്ടലും വിലവേശലും അല്ലെങ്കിൽ കുറേ ഗ്രൂപ്പുകളിൽ ഒരാളെക്കുറിച്ച് എന്തും പറയാനും അയാളെ ഭീഷണിപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്, തിരിച്ചടിക്കും. അങ്ങനെ വിരട്ടിയതിന്റെ ഫലമാണ് പിണറായി വിജയൻ ഇപ്പോൾ MLA ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുന്നത്. 50,123 വോട്ടിൽ നിന്ന് 19,247 വോട്ടിലേക്ക് താഴാൻ കാരണം അതാണ്. 30,000-ഓളം വോട്ടാണ് പിണറായി വിജയൻ അവിടെ കുറഞ്ഞത്. അതൊക്കെ ഈ കയ്യിലിരിപ്പിന്റെ ഫലമാണ്. പിന്നെ പിണറായി വിജയനെ വിജയ എന്ന് വിളിച്ചത്, നിങ്ങളൊക്കെ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി, ഓർമ്മയുണ്ടോ? ആ മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞ് നിങ്ങളൊക്കെ അധിക്ഷേപിച്ചു ഈ കഴിഞ്ഞ കാലത്ത് വരെ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വരെ. എന്തുകൊണ്ട് അച്യുതാനന്ദനെയും നായനാരെയും കരുണാകരനെയും ആന്റണിയെയും ഇതുപോലെ ഉമ്മൻചാണ്ടിയെയും ഒക്കെ ആൾക്കാർ പറയുന്നില്ല? അവർ മുഖ്യമന്ത്രിമാരായിരുന്നല്ലോ. എന്തുകൊണ്ട് അവരെയൊന്നും പറയുന്നില്ല? പിണറായി വിജയനെ മാത്രം പറയുന്നത് എന്താണ്? അപ്പോൾ കയ്യിലിരിപ്പ്. ഒരു വ്യക്തിക്ക് ബഹുമാനവും ആദരവും കൊടുക്കുന്നത് ആ വ്യക്തിയുടെ കയ്യിലിരിപ്പ് നോക്കിയിട്ടാണ് ആൾക്കാർ. അല്ലാതെ സർക്കാർ ഉത്തരവിറക്കി ബഹുമാനപ്പെട്ട എന്ന് ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ അങ്ങനെ ബഹുമാനിക്കണമെന്നില്ല. മണ്ടന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആൾക്കാരെ വിരട്ടിയും കയ്യേറ്റം ചെയ്തുമൊന്നും പിടിച്ചു നിൽക്കാൻ ഇനി കഴിയില്ല. ബംഗാൾ പോലെയാകും. നിങ്ങൾക്കറിയാമോ, കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു നാടും രക്ഷപ്പെട്ട ചരിത്രമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാകാം, മറ്റുള്ളവർക്ക് അത് പാടില്ല എന്നാണോ? കഴിഞ്ഞ 10 വർഷങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങൾ തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഭരണമാണ് ഇവിടെ നടന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ 3-4 കൊല്ലങ്ങളായി അനുഭവിച്ച കാര്യം ചില്ലറയൊന്നുമല്ല. 19 ദിവസം ജയിലിൽ കിടന്ന ഒരാളാണ് ഞാൻ. എന്തിനാണ്? അഴിമതി നടത്തിയിട്ടല്ല, മാസപ്പടി വാങ്ങിച്ചിട്ടല്ല, പെണ്ണുകേസിൽപ്പെട്ടല്ല. ഒരു വാർത്ത ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ CPM-കാർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് 19 ദിവസം ഞാൻ ജയിലിൽ കിടന്നത്. ഓഫീസ് റെഡി ചെയ്തു. എന്തിനാണ്? 10 വയസ്സായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് സെർച്ച് വാറണ്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് എൻ്റെ ഓഫീസ് റെഡി ചെയ്ത് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയത്. അപ്പോൾ ഞാനിതെല്ലാം സഹിച്ച് മിണ്ടാതിരിക്കണോ? മിണ്ടാതിരിക്കില്ല. ഭരണം മാറുമെന്നറിയാമായിരുന്നു. ഞങ്ങളെപ്പോലെയുള്ള 100 കണക്കിന് ആൾക്കാർ ഇതുപോലെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് പിണറായി വിജയൻ ഇന്ന് ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഒരു റെയിൽവേ സ്റ്റേഷനിലെ സാധാരണ ബെഞ്ചിൽ വന്ന് പിണറായി വിജയൻ ഇങ്ങനെ ട്രെയിൻ കാത്തിരിക്കുമെന്ന്? ആരും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അത് തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചത്. പിണറായി വിജയൻ ചെയ്ത ദ്രോഹമൊന്നും ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിരട്ടലും വിലപേശലും ഒന്നും കേരളത്തിലെ ജനങ്ങളോട് ഇനി എടുക്കരുത്. വിലപ്പോവില്ല, നടപടിയാകില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നടത്താം, അല്ലെങ്കിൽ നിയമപരമായിട്ട് മറ്റുള്ളവർക്കും പോകേണ്ടി വരും. നിങ്ങളെപ്പോലെ ഈ ഭീഷണിയുടെ ഭാഷയൊന്നും വശമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിയമപരമായിട്ട് ഞങ്ങൾ ഏതറ്റം വരെയും പോകും. നിങ്ങളുടെ ഈ ഒരു ഭീഷണിയൊന്നും ഇങ്ങോട്ട് എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പഴയ സർക്കാരിൻ്റെ പിണറായി വിജയൻ ചെയ്ത നെറികേടുകൾ, അഴിമതികൾ ഇനിയും തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. അതിൽ നിങ്ങളിനി തലകുത്തി നിന്ന് കഴിഞ്ഞാലും അത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവ വിരുദ്ധമായിട്ടുള്ളതോ അപകീർത്തികരമായിട്ടുള്ളതോ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിയമപരമായി മുന്നോട്ട് പോകാം. അല്ലാതെ കുറേ അന്തംഗങ്ങൾ ചേർന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും അങ്ങ് ചെയ്ത് കളയാന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇനി നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വിജയനെ വിജയ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. വിൻസ്റ്റൺ ചർച്ചിലെന്ന് വിളിക്കണമെങ്കിൽ നിങ്ങൾ ഗസറ്റിൽ പരസ്യം ചെയ്ത് പേരൊന്ന് മാറ്റിക്കൊണ്ടുവരിക. ഇത്രയേ പറയാനുള്ളൂ. കൂടുതൽ പറയിപ്പിക്കരുത്.